നമസ്കാരം. നീറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ താൻ പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പിനെ ചൊല്ലി ഉയർന്ന കടുത്ത വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും മറുപടിയുമായി അവതാരകയും ഇൻഫ്ലുവൻസറുമായ പേളി മാണി രംഗത്ത്. സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പ്രത്യേക വിശദീകരണ വീഡിയോയിലൂടെയാണ് താരം തന്റെ നിലപാടുകളും ഉണ്ടായ തെറ്റിദ്ധാരണകളും വ്യക്തമാക്കിയത്. താൻ പങ്കുവച്ച കാര്യങ്ങൾ പലരും തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ചതെന്നും അതിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് മാപ്പ് ചോദിക്കുന്നുവെന്നും പേളി പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളിൽ വിദ്യാർത്ഥികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയെക്കുറിച്ചോർത്ത് താൻ പങ്കുവച്ച കുറിപ്പാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചതെന്ന് പേളി വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ സമരം നിർത്തി വീട്ടിൽ പോകണം എന്നല്ല താൻ ഉദ്ദേശിച്ചതെന്നും ആർക്കും പരിക്കേൽക്കരുതെന്നും സമാധാനപരമായ പ്രതിഷേധങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നുമുള്ള തന്റെ വ്യക്തിപരമായ ആശങ്ക മാത്രമാണ് പങ്കുവച്ചതെന്നും താരം വിശദീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അർഹമായ നീതി ലഭിക്കണമെന്നും എന്നാൽ സമരങ്ങളുടെ പ്രധാന ലക്ഷ്യം വഴിതിരിഞ്ഞു പോകരുതെന്നും താൻ ആഗ്രഹിച്ചിരുന്നു. നാളെ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വന്തം അഭിപ്രായങ്ങൾ തിരുത്താൻ മടിക്കില്ലെന്നും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയുന്നവർ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കണമെന്നുമാണ് അന്ന് കുറിച്ചതെന്നും പേളി ഓർമ്മിപ്പിച്ചു. തന്റെ കുറിപ്പ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കല്ലറയിൽ തുപ്പുന്നതിന് തുല്യമാണെന്ന് കാണിച്ചൊരാൾ പങ്കുവച്ച വിദ്വേഷ പോസ്റ്റ് കണ്ടപ്പോൾ വലിയ മാനസിക വിഷമം ഉണ്ടായെന്നും പേളി പറഞ്ഞു. തുടർന്ന് ദേഷ്യത്തിലും വിഷമത്തിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അതിനോട് പ്രതികരിക്കുകയും ആ വ്യക്തിയെ പരാജയപ്പെട്ട ചലച്ചിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു സമയത്തിനകം തന്നെ അത് വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി ആ സ്റ്റോറി പിൻവലിക്കുകയായിരുന്നു. ഒരാളെ പരാജയപ്പെട്ടവൻ എന്ന് വിളിക്കാൻ നമ്മൾ ആരുമല്ലെന്നും അത് തന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയാണെന്നും പറഞ്ഞ പേളി ആ പരാമർശത്തിൽ ഹൃദയം തുറന്ന് മാപ്പ് ചോദിച്ചു. സംവിധായകൻ സിബി മലയിലിനെയാണ് താൻ അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നും പേളി വ്യക്തമാക്കി. താൻ സിബി മലയിൽ എന്ന സംവിധായകന്റെ വലിയൊരു ആരാധികയാണ്. എന്നെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എഴുതിയ വ്യക്തിക്ക് മറുപടിയായാണ് സ്റ്റോറി ഇട്ടത്. അതിലേക്ക് സിബി മലയിൽ സാറിന്റെ പേര് എങ്ങനെ വന്നുവെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ആ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടതെന്നും പേളി വീഡിയോയിൽ പറയുന്നു. താൻ ഉപയോഗിച്ച നിറത്തിന്റെ പേരിൽ രാഷ്ട്രീയ ചാപ്പകുത്താൻ ശ്രമിച്ചപ്പോൾ കാവ്യനിറം ദേശീയ പതാകയിലുള്ളതാണെന്നും അത് ഇഷ്ടമാണെന്നുമാണ് മറുപടി നൽകിയെന്നും പേളി വ്യക്തമാക്കി. തനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അടുത്ത സുഹൃത്തുക്കളുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. പൊതു സ്പേസിൽ നിൽക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കിനും വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് താൻ തിരിച്ചറിയുന്നുണ്ടെന്നും പേളി പറഞ്ഞു. മാന്യമായ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കിയ താരം വീഡിയോയുടെ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അത് എല്ലാവർക്കുമുള്ളതാണ്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CJP സംഘടിപ്പിച്ച പാർലമെന്റ് മാർച്ചിൽ ജന്തർ മന്ദിർ സമരത്തിലുമൊക്കെ പ്രതികരിക്കാത്ത നിരവധി ആളുകളുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസർമാർ, അതായത് വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള വിവിധ വിഷയങ്ങളിൽ വീഡിയോകൾ ചെയ്യുന്ന സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഈ വിഷയം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് പൊതുസമൂഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഈ വിഷയം വലിയ രീതിയിലേക്ക് ശ്രദ്ധ ലഭ്യമാവുകയും മാധ്യമങ്ങൾ അത് അഡ്രസ്സ് ചെയ്യുകയും തുടർന്ന് അത് ഭരണകർത്താക്കളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ആ അഭിപ്രായം എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇവർ പറയേണ്ടുന്ന നിലപാട് എന്തായിരിക്കണം എന്നത് ആ വ്യക്തിയുടെ ആവശ്യവും അല്ലെങ്കിൽ അവരുടെ നിലപാടുമായിരിക്കണം. സമരത്തെ അനുകൂലിക്കാനുള്ള അവകാശം പോലെ സമരത്തെ എതിർക്കാനും അവകാശം ഈ നാട്ടിലുണ്ട് എന്ന് പല തരത്തിലുള്ള ആളുകൾ മറന്നു പോകുന്നു. അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടായിരുന്നു പല കമൻറ്റുകളും വന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തുകയാണ് പേളി മാണി.